നമ്മൾ ഇനി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ആഴ്ചയിലേക്കുള്ള ഒരു സ്വിംഗ് ട്രേഡിൽ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ്. അത് നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് ഉൾപ്പെടുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. സ്ട്രോങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കാണിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ L&T ആണ്. നമുക്കറിയാം, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഇതേ കേസ് പറഞ്ഞിരുന്നു. L&Tയുടെ ഈ ഒരു 3887 എന്ന് പറഞ്ഞ ലെവല് ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അപ്സൈഡ് പോകും എന്നുള്ളത്. ഓക്കെ, ഇതിൽ എനിക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഞാനത് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. 3797 ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കുഴപ്പമില്ലാതെ പ്രോഫിറ്റിലാണ്, ഇപ്പോഴും ഹോൾഡിങ് ആണ്. അപ്പോൾ ഈ ഒരു ലെവല് ഇപ്പോൾ സസ്റ്റൈൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു പൊട്ടൻഷ്യൽ എന്തായാലും ഈ ഒരു 1 വീക്കിലേക്ക് ഏകദേശം 4200 ആ റേഞ്ചിലേക്ക് എന്തായാലും എത്താൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വാച്ച് ചെയ്യാം. ഈ ഒരു ലെവല് 3887 എന്ന് പറയുന്ന ലെവല് തന്നെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിലേക്ക് താഴേക്ക് വീഴാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതായിട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലി നിൽക്കുകയാണ് മാർക്കറ്റ്. ബയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. മാർക്കറ്റിന്റെ ഫിയർ മാറി ബയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടുന്ന് നല്ലൊരു താഴേക്ക് 4256 4258 നിന്നൊക്കെ താഴേക്ക് വന്ന സ്റ്റോക്കാണത്. ഓക്കെ, ഇവിടുന്നൊരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിവേഴ്സൽ നിങ്ങൾക്ക് താഴെ ഇറങ്ങി വന്നപ്പം ഇതുപോലെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മേലോട്ട് കയറി പോകുമ്പോൾ ചെറിയ കൺസോൾട്ടേഷന് ശേഷം മുകളിലേക്ക് പോകുക തന്നെ ചെയ്യും. അപ്പോൾ നോക്കേണ്ടുന്നവർക്ക് ഈ ഒരു റേഞ്ച് നോക്കാം. ഈ ഒരു റേഞ്ച് നോക്കിയിട്ട് ബൈ ചെയ്യേണ്ടവർക്ക് ബൈ ചെയ്യാം. ദറ്റ് അക്കോർഡിംഗ് ടു അവർ കൺവീനിയൻസ്. നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ നോളജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ ചെയ്യേണ്ടവർക്ക് ആക്ച്വലി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇവിടുന്ന് തന്നെ ബൈ ചെയ്ത് തുടങ്ങാമായിരുന്നു. ബൈ ചെയ്യേണ്ട റിവേഴ്സൽ കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് വാങ്ങിയിരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1200 പ്രോഫിറ്റ്, 1200 പ്രോഫിറ്റിൽ ഇപ്പം നിൽക്കാമായിരുന്നു പെർ സ്റ്റോക്കിൽ. ഓക്കെ, എനിവേ അത് ഒരു പ്രോബ്ലം അല്ല. നോക്കിയിട്ട് ഇവിടുത്തെ റേഞ്ച് നോക്കിയിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ആണ്. റിലയൻസിൻ്റെ കേസ് നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം. അത് ഏകദേശം എന്തുമാത്രം താഴെ നിൽക്കുകയാണ്, എന്തുമാത്രം മുകളിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ നോക്കി അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1300 എന്ന റേഞ്ചിൽ നിൽക്കുകയാണ്. അതൊരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ്. ഈ സപ്പോർട്ടിൽ നിന്ന് അത് ഗ്രാജുവലി അത് മുകളിലേക്ക് പോകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഹെവി വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ബയേഴ്സിന്റെ ആക്ഷൻ കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് മൊത്തത്തിലേക്ക് പോകും. പിന്നെ അതുകൊണ്ട് തന്നെ റിലയൻസ് മുകളിലേക്ക് കയറുക തന്നെ ചെയ്യും. അപ്പോൾ ഗ്ലോബലി ഉള്ള ഇഷ്യൂസ്, കോഡിൻ്റെയൊക്കെ വിഷയങ്ങളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിലിപ്പം റിലയൻസിനെ കുറച്ച് പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം റിലയൻസിൻ്റെ പല IPOs വരാൻ പോകുന്നു. അങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെല്ലാം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇത് പറക്കാൻ സാധ്യത. നിങ്ങൾക്കറിയാം, പണ്ടാണെങ്കിൽ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് പെർ ഡേ 100ഒക്കെയാണ് മിനിമം കയറിക്കൊണ്ടത്. അപ്പോൾ ഇനി അത് അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്ട്രെങ്ത്, ഡിമാൻഡ്, ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന പ്രകാരം ഈ ഒരു ലൈൻ വാച്ച് ചെയ്യുക. ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. ബൈ ചെയ്ത് തുടങ്ങാൻ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ 1260, അതൊക്കെ മേജർ സപ്പോർട്ട്സ് ആണ്. ഇവിടെ നിന്നൊക്കെ വാങ്ങിയിരിക്കുന്ന ഇവിടെ റീടെസ്റ്റ് ഫസ്റ്റ് ബൈ ചെയ്തതിനു ശേഷം റീടെസ്റ്റിനൊക്കെ ആൾക്കാർ ബൈ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ചെയ്ത് മുകളിലേക്ക് ഇത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സോണായിരുന്നു, വാങ്ങാൻ പറ്റിയ സോണായിരുന്നു. എനിക്ക് ഹോൾഡിംഗ് ഉണ്ട്, എനിക്ക് നല്ല ഹോൾഡിംഗ് ഉണ്ട് ഇത്. അപ്പോൾ എനിവേ ഇത് വാങ്ങുന്നത് നോക്കിയിട്ട് ഈ ഒരു റേഞ്ച് നോക്കിയിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ വാങ്ങാം. ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. റിലയൻസിന്റെ കേസ് റിലയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. മാർക്കറ്റിന് വാച്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും റിലയൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. റിലയൻസിന്റെ മൂവ്മെന്റ് പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. ഓക്കെ, എനിവേ ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നു, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ ഒരു റീടെസ്റ്റിന്റെ കാര്യം, ഇവിടുത്തെ റിവേഴ്സൽ എടുത്തതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് ചെയ്തു. എന്തിനാണ് റീടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും റീടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മളിത് സാധാരണ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് റിജക്ഷൻ ബയേഴ്സ് കൂടുതൽ വന്ന് ഇവിടുന്ന് ബൈ ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ഇതേ ലൈനിൽ റീടെസ്റ്റ് ചെയ്ത് അവിടെ വീണ്ടും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ബയേഴ്സിനെ കളക്ട് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓരോരോ സോണിൽ ഇങ്ങനെ അക്യുമുലേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ഉണ്ട്, മുകളിലേക്ക് പോകുമ്പോൾ അതിന് സ്ട്രെങ്ത് ലൂസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിവേ ഇത് നോക്കേണ്ടവർക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റോക്ക് നമ്മൾ നോക്കുന്നത് M&M ആണ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഓക്കെ, അപ്പോൾ അതിൻ്റെ
നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഒരു ലൈനിൽ നിന്ന് റിജക്ഷൻ എടുത്തിരിക്കുകയാണ്. ആ റിജക്ഷന് ശേഷം അത് റീടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. റീടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീടെസ്റ്റിന് ശേഷം ഈ 3458 എന്ന് പറയുന്ന ലൈൻ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുകളിലൊക്കെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഹൈയിലേക്ക് തന്നെ തീർച്ചയായിട്ടും പോകും. ഉറപ്പായിട്ടും പോകും. കാരണം കുറച്ച് നാളായിട്ട് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുറച്ച് നാളായിട്ടൊരു കൺസോളിഡേഷൻ ആയിരുന്നു. ഈ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് ഈ റേഞ്ചിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് വെളിയിലേക്ക് പോയി. വെളിയിലേക്ക് പോയതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബൈയിങ് പ്രഷർ ഇതിനകത്ത് അക്യുമുലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈനും കൂടെ നോക്കുക. ഈ ഒരു ലൈനിനകത്ത് അപ്പുറത്ത് എന്താണ് നടക്കുന്നത് നോക്കിയിട്ട് എടുക്കാം. ഹോൾഡിംഗ് നമുക്ക് ഹോൾഡിംഗ് ഉള്ളതാണ്. എനിവേ അതൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. മാത്രമല്ല ട്രാക്ടേഴ്സിൻ്റെയൊക്കെ ബൈയിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ മഹേന്ദ്ര എങ്ങനെയാണത് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവരുടെ എന്താണ് കമ്പനി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോർപ്പറേറ്റ് സൈഡ് തന്നെ. അപ്പോൾ ഇത് വാച്ച് ചെയ്യുക, ഈ ലെവൽ വാച്ച് ചെയ്യുക. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കിയതിന് ശേഷം എൻട്രി എടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു റേഞ്ചിൽ നോക്കുക, താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ നോക്കുക. എന്നാൽ തന്നെ ഈ പറയുന്ന ഒരു 3279-80 റേഞ്ചിൽ നിന്ന് അത് തിരിച്ച് റിവേഴ്സ് കയറത്തേ ഉള്ളൂ. ബിക്കോസ് അത്രയേറെ ബൈയിങ് പ്രഷർ ഇവിടെ ഉണ്ട്. മാർക്കറ്റും അതുപോലെ തന്നെ നിഫ്റ്റിയും അതുപോലെ തന്നെ മുന്നോട്ടാണ്. മാത്രമല്ല ഓട്ടോ സെക്ടർ എസ്പെഷ്യലി കുറച്ച് ബൂമിങ് ആണ്, കുറച്ച് ബൂമിങ്ങിൽ നിൽക്കുകയാണ് നിലവിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതി ആണെങ്കിലും നല്ല ബൂമിങ്ങിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, മാരുതിയുടെ കേസ് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അത് താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ M&M ലെവൽ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് റിലയൻസ്, അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ എൽ&ടി. അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യം നല്ല പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ,